സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബഷണറി ഓഫീസേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഏതാണ്ട് 541 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്തതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 14 ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ നേടിയവർക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രായം 21-നും 30 വയസ്സിനും മധ്യമായിരിക്കണം. ആസ് ഓൺ 1 ഏപ്രിൽ 2025 ആണ്. പ്രധാനപ്പെട്ട ഇതിന്റെ റെസ്ട്രിക്ഷൻസ് ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മേഖലയിൽ 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ആകെയുള്ള വേക്കൻസി 541 ആണെങ്കിലും അതിൽ 50 വേക്കൻസി എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഗ്രൂപ്പിൽ വന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. അതിന്റെ കണ്ടീഷൻസ് ഒക്കെ വേറെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിന് അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ പറയാം. രണ്ടാമത്തത്, ST വേക്കൻസി ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ്. ഷെഡ്യൂൾ ട്രൈബ്സിനുള്ള വേക്കൻസി കൂടുതലായിരിക്കുന്നതിന്റെ കാരണം കഴിഞ്ഞ വർഷത്തെ ബാക്ക്ലോഗ് വേക്കൻസിയുടെ വന്ന് ടോട്ടൽ വേക്കൻസി കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ST കാറ്റഗറി ഉള്ള കുട്ടികൾക്കും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു എക്സാമിനേഷനാണിത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോസ്റ്റിംഗ് ഓൾ ഓവർ ഇന്ത്യയിലായിരിക്കും, നിങ്ങൾക്കറിയാം. ഇത് ഗ്രേഡ് 1 ഓഫീസർ പോസ്റ്റിലേക്കുള്ള പോസ്റ്റാണ്. വളരെ നല്ല സാധ്യതയുള്ള ജോലിയും വളരെ സാമ്പത്തികം നല്ല നിലയിൽ കിട്ടുന്നതായ ശമ്പളവും അതനുസരിച്ചുള്ള ആനുകൂല്യങ്ങളും ഒക്കെ ഹൈ ഏണിംഗ് ഒരു പോസ്റ്റായിട്ട് ഇതിനെ നമ്മൾ കാണണം. ഇതിൻ്റെ സെലക്ഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ സെലക്ഷൻ രീതി എന്ന് പറയുന്നത് 3 phases ഓഫ് സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്. 3 ഫേസിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ള ഒരു സ്ക്രീനിങ് ആണ്, ഒരു എലിമിനേഷൻ റൗണ്ടാണ്. ആ റൗണ്ട് അപ്ലൈ ചെയ്യുന്ന എലിജിബിൾ ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. സെന്ററുകൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിന്റെ സെന്ററുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഫേസ് 1 എക്സാമിനേഷൻ എന്നുള്ളത് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ഫേസ് 1 സ്ക്രീനിങ് ടെസ്റ്റിൽ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും ഒപ്പം റീസണിങ് എബിലിറ്റിയുടെയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൻ്റെ പ്രത്യേകിച്ച് കട്ട് ഓഫ് മാർക്ക് ഉണ്ടാകും. അതിൽ നിന്നാണ് ഫേസ് 2 പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 20 മിനിറ്റ് വീതം ഇൻഡിവിജ്വൽ മാർക്കിംഗ് ആണുള്ളത്. അതായത് ഇംഗ്ലീഷിന്റെ ആൻസർ നിങ്ങൾ 20 മിനിറ്റ്സ് എടുത്ത് തന്നെ എഴുതേണ്ടിയിരിക്കുന്നു, അല്ലാതെ ടോട്ടൽ മാർക്കല്ല, ടോട്ടൽ ടൈം അല്ല. അതുകൊണ്ട് 20 മിനിറ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ആൻസർ ചെയ്യാനുണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നിങ്ങൾക്ക് 20 മിനിറ്റ് ഉണ്ടാകും. റീസണിങ്ങിൽ നിങ്ങൾക്ക് 20 മിനിറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ടൈമിന്റെ ഒരു പ്രത്യേകത മറ്റ് ഗവൺമെന്റ് സർവീസിൽ നിന്നും വ്യത്യസ്തമാണ്. ഫേസ് 2 വരുമ്പോഴേക്കും ജനറൽ അവയർനെസിന്റെ ക്വസ്റ്റ്യനൂടെ നിങ്ങൾക്ക് കൂടും. അതിൽ കൂടെ നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരും. ഫേസ് 3 വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്രൂപ്പ് ഡിസ്കഷനും രണ്ടാമത്തത് ഇന്റർവ്യൂവുമാണ്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത് ഫേസ് 2 നിന്നും ഫേസ് 3 നിന്നുമാണ്. അതിൽ നിന്ന് വരുന്ന അനുസരിച്ചാണ് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ സാധാരണ ഫേസ് 3 പറ്റി നിങ്ങൾ അത്രയും കൺസേൺ ആവേണ്ട കാര്യമില്ല. കാരണം ഇത് ഗ്രൂപ്പ് ഡിസ്കഷനും രണ്ടാമത്തത് ഇന്റർവ്യൂമാണ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നിർബന്ധമായും നിങ്ങളൊക്കെ എപ്പോഴും ന്യൂസ് പേപ്പർ വായിക്കുക. ന്യൂസ് പേപ്പർ ഒരു 30 മിനിറ്റ് എങ്കിലും ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് സമയം നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സാധാരണ എഡിറ്റോറിയൽ പേജിലൊക്കെ വരുന്ന ന്യൂസുകൾ, എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുന്ന ന്യൂസുകൾ, സയൻസ് ഫീച്ചേഴ്സ് ഒക്കെ പേപ്പറുകൾ വരുന്നുണ്ടെങ്കിൽ ആ ന്യൂസുകളൊക്കെ, ഒപ്പം ഗവൺമെന്റ് സ്കീമുകൾ. ബാങ്കിങ് സെക്ടറിലൊക്കെ ആകുമ്പോൾ ബാങ്കിങ് സ്കീമിനെ പറ്റിയും ഡേറ്റ അനാലിസിസിന്റെയും ക്വസ്റ്റ്യനുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ 30 മിനിറ്റ് പത്രവായന എന്നുള്ളത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും വെറുതെ വായിച്ചാൽ പോരാ, അതിന്റെ ചെറിയൊരു നോട്ടിംഗ് ഒക്കെ എഴുതിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു അസറ്റ് ആകും. ഒപ്പം വായനയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുമെന്നോ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ജനറൽ അവയർനെസ്സിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നോളജിനും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. അതുകൊണ്ട് നിർബന്ധമായും നമ്മളിൽ നിന്നും ഇല്ലാതെ പോകുന്ന ഈ സ്വഭാവം നിങ്ങൾ തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ നിർബന്ധമായും അപ്ലൈ ചെയ്യുക. തീർച്ചയായും ബാങ്കിങ് സെക്ടറിൽ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ തരുന്നത്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലും എത്തിക്കുക. താങ്ക് യു.